നമസ്കാരം. ഹോം തിയേറ്ററുകളെക്കുറിച്ചും സൗണ്ട് സിസ്റ്റങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് പേരുകളാണ് ഡോൾബി ഡിജിറ്റലും DTSഉം. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രധാന വ്യത്യാസം ഇവയുടെ കംപ്രഷനിലാണ്. ഡോൾബി ഡിജിറ്റൽ ഓഡിയോ ഡാറ്റ കൂടുതൽ കംപ്രസ് ചെയ്യുന്നു. ഇതിനർത്ഥം കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഡോൾബിക്ക് സാധിക്കും. എന്നാൽ DTS കുറഞ്ഞ അളവിൽ മാത്രമേ കംപ്രഷൻ ഉപയോഗിക്കുന്നുള്ളൂ. രണ്ടാമത്തേത് ബിറ്റ് ആണ്. ഇവിടെയാണ് DTS മുൻപന്തിയിൽ നിൽക്കുന്നത്. ഡോൾബി ഡിജിറ്റലിന്റെ പരമാവധി സ്പീഡ് സെക്കൻഡിൽ 640 കിലോബിറ്റ്സ് ആണെങ്കിൽ DTS 1.5 മെഗാബിറ്റ്സ് വരെ പിന്തുണയ്ക്കുന്നു. കൂടുതൽ ബിറ്റ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ DTSൽ ശബ്ദത്തിന് കൂടുതൽ വ്യക്തതയും ഡീറ്റെയിലിംഗും ലഭിക്കാറുണ്ട്. സാങ്കേതികമായി പറഞ്ഞാൽ DTS കൂടുതൽ ഡാറ്റ നൽകുന്നതുകൊണ്ട് സിനിമകളിലെ സൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും കൃത്യമായി കേൾക്കാൻ സഹായിക്കും. എന്നാൽ ഡോൾബി ഡിജിറ്റൽ അതിന്റെ കാര്യക്ഷമത കൊണ്ട് ലോകമെമ്പാടും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും DVDകളിലും ഇന്നും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. മിക്കവാറും എല്ലാ പ്ലെയറുകളിലും DVDകളിലും ഡോൾബി സപ്പോർട്ട് ഉണ്ടാകും. എന്നാൽ DTS ആസ്വദിക്കണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേക ആംപ്ലിഫയറുകളോ പ്ലെയറുകളോ ആവശ്യമാണ്. ചുരുക്കത്തിൽ കൃത്യതയ്ക്കും ഡീറ്റെയിലിംഗിനും DTS മികച്ചതാണെങ്കിലും കുറഞ്ഞ ഡാറ്റയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ ഡോൾബി ഡിജിറ്റൽ മുന്നിൽ നിൽക്കുന്നു.